അത് ശ്രീജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം VSന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറിയ ഇടമാണ് ആലപ്പുഴ ഈ വിപ്ലവ ഭൂമി. മാരാരിക്കുളം തെരഞ്ഞെടുപ്പ് എന്നതും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മായാത്തൊരു ഏടാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം VS എന്ന വ്യക്തിയെ പിന്നീട് പരുവപ്പെടുത്തിയത് എങ്ങനെയാണ്, ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെ നേരിടാൻ VS കാട്ടിയ ആർജവം എന്താണ്, പിന്നീട് ഈ VSന്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ ഉണ്ടായി എന്നതൊക്കെ പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ആലപ്പുഴയും മാരാരിക്കുളവും അതിൽ സുപ്രധാനമാണ്. വെറും 16-ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി വന്ന് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് ഈ ആലപ്പുഴയുടെ പരമ്പരാഗത കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകിച്ച് കയർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, അതല്ലെങ്കിൽ സാധാരണ നെൽകർഷകർ, ഇങ്ങനെ അടിസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ രാഷ്ട്രീയ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച രാഷ്ട്രീയ ജീവിതം തന്നെയാവാം ഒരുപക്ഷെ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി VSന് ഇത്രയധികം ഒരു ബന്ധമുണ്ടാക്കിയത്. ഒരുപക്ഷെ അത് VS ഒരു ആലപ്പുഴക്കാരൻ കൂടി ആയതുകൊണ്ട് കൂടിയാവാം ഒരുപക്ഷെ അത്തരമൊരു മാനുഷിക മുഖം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈവന്നിരിക്കുക എന്നുകൂടി നമുക്ക് കരുതാം. ആലപ്പുഴ എന്ന പ്രദേശത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഇവിടെ ഒരു ചരിത്ര ഭൂമിയാണ്, നിരവധി പ്രത്യേകതയുള്ള ഇടമാണ്. അവിടേക്ക് VS കടന്നു വരുമ്പോൾ VSന്റെ തുടക്കം ഇവിടെ നിന്നാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ആലപ്പുഴയും VSും എന്നത് എത്ര കണ്ട് വൈകാരികമായി ബന്ധപ്പെട്ട ഇടമാണ്. പുന്നപ്ര വയലാർ എന്ന സമരഭൂമി, പുന്നപ്ര വയലാറുമായി VSനെ നമ്മൾ കൂട്ടിയിണക്കുന്നത് പുന്നപ്ര വയലാർ സമരകാലത്ത് VS നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഒടുവിൽ VS മടങ്ങുന്നതും ആ മണ്ണിലേക്കാണ്. പുന്നപ്രയിലെ രക്തസാക്ഷികളെ അടക്കിയ ആ വിപ്ലവ ഭൂമിയിലേക്ക് VSും മടങ്ങുകയാണ് എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ആലപ്പുഴയും VSും അഭേദ്യമായ ബന്ധങ്ങൾ കോർത്തിണക്കിയ ഇടത്തേക്ക് VS തിരിച്ചെത്തുകയാണ്. ആലപ്പുഴയുടെ നഗരവീഥികളിലൂടെ VS കടന്നു വരികയാണ്. നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ, ഇരുവശവും കാത്തു നിൽക്കുന്നവരെ നോക്കൂ. ഇതാ മഴ ഇപ്പോൾ ശക്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. VS ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രകൃതി നൽകുന്ന ചില സൂചനകളാണോ ഇത് എന്ന് പോലും സംശയിക്കുന്നു. മഴ, അതിശക്തമായ മഴ അനുഭവപ്പെടുന്നു ഇവിടെ. പക്ഷേ മഴയെ അവഗണിച്ചും ആളുകളിങ്ങനെ തിങ്ങിക്കൂടുകയാണ്. ഇരുവശങ്ങളിലുമുണ്ട്. ഇത് അല്പസമയം കൂടി സഞ്ചരിച്ചാൽ നമുക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് ഈ മൃതശരീരം എത്തിച്ചേരും. ആലപ്പുഴയുടെ നഗരമേഖലകളിലൂടെയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര സഞ്ചരിക്കുന്നത്. പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ യാത്ര. വെറും 150ഓളം വരുന്ന ഒരു കിലോമീറ്റർ പിന്നിടാനാണ് ഇത്രയധികം സമയം വേണ്ടി വന്നത് എന്നത് ഓർക്കുക. എത്രയോ രാത്രികളിൽ അത് പരമാവധി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊരിടത്തും വിലാപയാത്രയ്ക്ക് തടസ്സമുണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്, ഈ ആൾക്കൂട്ടങ്ങളെ കാണാതെ നടിച്ചുകൊണ്ട് പോവാനാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി സാവധാനമായി, ആൾക്കൂട്ടങ്ങൾ കാണുമ്പോൾ യാത്ര സാവധാനമാക്കി അത്തരം കരുതലുകൾ നടത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അത് അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിലേക്ക് തിരികെ എത്തുകയാണ്. ആലപ്പുഴയുടെ മണ്ണിലേക്ക് VSന്റെ യാത്ര മടങ്ങി വരികയാണ്. താൻ ആരംഭിച്ച ഇടത്തേക്ക് തന്നെ VS മടങ്ങി വരുന്നു. ഈ വിപ്ലവധീരൻ അദ്ദേഹത്തിന്റെ മണ്ണിലേക്ക്, വിപ്ലവ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. കണ്ണേ കരളെ VSയെ, ലാൽ സലാം സഖാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് VSനെ തിരികെ സ്വന്തം മണ്ണിലേക്ക് തിരികെ ആനയിക്കുകയാണ് ആലപ്പുഴക്കാർ. ഈ മണ്ണിൽ നിന്നാണ് VS തൻ്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയത്. ഏറ്റവും വലിയ തിരിച്ചടികൾ നേരിട്ടത്, VS എന്ന നേതാവ് പരുവപ്പെട്ട് വന്നത്, അതെല്ലാം ഈ ഒരൊറ്റ മണ്ണിൽ നിന്നാണ്. കേരളം VSനെ കേരളത്തിൻ്റെ മുഴുവൻ നേതാവായി കാണും മുൻപേ ആലപ്പുഴക്കാർക്ക് VS അവരുടെ സഖാവായിരുന്നു. കനത്ത മഴ, ഇത്രയും നേരം വലിയ കാര്യമായ മഴയില്ലാതെയാണ് എത്തിയത്. നോക്കൂ, VS മടങ്ങിയെത്തുമ്പോൾ കനത്ത മഴയുണ്ട്. മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ കാടും മേടും മലയും എല്ലാം കയറി ഇറങ്ങിയ ആ നേതാവ് തിരിച്ചെത്തുമ്പോൾ കനത്ത മഴയാണ്. ഈ മഴയൊക്കെ അവഗണിച്ച് ഇന്നലെ രാത്രി കാത്തുനിന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. വേലിക്കകത്ത് വീട്ടിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലുമൊക്കെ ഇപ്പോഴേ നോക്കൂ, ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടോ VSനെ കാണാൻ. ആ പെരുമഴയത്ത് കാത്തു നിൽക്കുന്നവരാണ്. ആ ബസ് ഒരു നിമിഷം അവിടെ നിർത്തിയപ്പോഴത്തേക്കും ഓടിയെത്തുകയാണ് ആൾക്കൂട്ടം. എത്രയോ നേരമായി അവരവിടെ നിൽക്കുകയാണെന്ന് ഉറപ്പാണ്. മഴ
വന്നും പോയും ഇരിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. വന്ന വഴിയിലൊക്കെ കൊല്ലത്തൊക്കെ എത്തുമ്പോൾ നല്ല കനത്ത മഴയാണ്. പക്ഷേ മഴയൊന്നും വി എസിനെ കാണാൻ കാത്തു നിൽക്കുന്ന, വി എസിനെ ഹൃദയത്തിലേറ്റുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസിനെയും വഹിച്ചുള്ള വിലാപയാത്ര പോവുകയാണ്. 1923 ഒക്ടോബർ 20 വി എസിൻ്റെ ജനനം. നമ്മൾ വി എസ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കത് വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ അച്യുതാനന്ദനാണ്. ആ വെന്തലത്തറ വീട്ടിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസ് മാറുന്നത് വിവാഹ ശേഷമാണ്. വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും മണ്ണഞ്ചേരി മാലൂർ തോപ്പിൽ വീട്ടിൽ അക്കമ്മയുടെയും മകനായി ഒക്ടോബർ 20, 1923 ഒക്ടോബർ 20 വി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത്. 102 വയസ്സിലേക്കാണ് വി എസ് കടന്നിരുന്നത്. 102 വയസ്സ് അടുത്ത ഒക്ടോബറിലാണ് അദ്ദേഹത്തിന് തികയുക. 100 വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചരിത്രമാണ് എന്ന രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും അദ്ദേഹം പോരാടി, പ്രായത്തോട് പോരാടി, അനാരോഗ്യത്തോട് പോരാടി. അദ്ദേഹം അവിടെയുണ്ട് എന്ന ധൈര്യം നമ്മളെയൊക്കെ ശക്തരാക്കി. വെറും 4.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചു. 11-ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. പിന്നീട് ജ്യേഷ്ഠനായിരുന്നു വി എസിനെ നോക്കിയത്. കുടുംബത്തിൻ്റെ ചുമതലയൊക്കെ അന്ന് ജ്യേഷ്ഠനായിരുന്നു. ചേട്ടനൊപ്പം തുന്നൽ ജോലിക്ക് ഇറങ്ങി. പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. അങ്ങനെ ആ കയർ ഫാക്ടറി കയർ തൊഴിലാളിയായി ജീവിക്കുന്നതിനിടയിലാണ് കർഷക തൊഴിലാളികൾക്കിടയിൽ ഒരു മിടുക്കൻ ചെറുപ്പക്കാരനായി പ്രവർത്തിക്കുമ്പോഴാണ് AKGയെയും കുഞ്ഞമ്പൂവിനെയും ഒക്കെ അദ്ദേഹം അടുത്തറിയുന്നത്. പി കൃഷ്ണപിള്ളയുടെ ശ്രദ്ധയിൽ നിന്നും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പെടുന്നു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് പി കൃഷ്ണപിള്ള കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് വി എസിനെ. പിന്നെയുള്ളതൊക്കെ ചരിത്രമാണ്. ആ ചരിത്ര ഭൂമികയിലേക്ക് എവിടെ നിന്നാണോ വി എസ് എന്ന ദ്വയാക്ഷരി, വി എസ് എന്ന ചുവന്ന നക്ഷത്രം ഉദിച്ചുയർന്നത്, ആ മണ്ണിലേക്ക് ഇപ്പോൾ വി എസ് മടങ്ങിയെത്തുകയാണ്. സർ CP രാമസ്വാമി അയ്യർക്കെതിരായ പുന്നപ്ര വയലാർ സമരത്തിലാണ് വി എസ് എന്ന രക്തതാരകം ഉദിച്ചുയരുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം പൂഞ്ഞാറിലേക്ക് പോയി. വി എസ് അവിടെ പിടിയിലായി. കൊടിയ മർദ്ദനമേൽക്കേണ്ടി വന്നു. അക്കാലത്ത് കാൽവെള്ളയിൽ ബയണറ്റ് തുളച്ചു കയറ്റി പോലീസ് അറസ്റ്റിനെ തുടർന്ന് ഒരു ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. 4 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായി. പിന്നീട് സ്വാതന്ത്ര്യാനന്തര കാലത്ത് വി എസ് ഭൂസമരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പങ്കാളിയായത്. പിന്നീട് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന വി എസിനെയാണ് നമ്മൾ കണ്ടത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിച്ച ആ 32 പേരിൽ ഒരാൾ. അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ബന്ധിപ്പിച്ച അവസാനത്തെ കണ്ണി. ആ കണ്ണിയാണിപ്പോൾ വിടവാങ്ങുന്നത്. കേരളത്തിലെ CPMൻ്റെ, ഇന്ത്യയിലെ CPMൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും കരുത്തനായ, ഏറ്റവും മുതിർന്ന നേതാവാണിപ്പോൾ വിടവാങ്ങുന്നത്. ആ സഖാവിനാണ് മുഷ്ടി ചുരുട്ടിയ മുദ്രാവാക്യങ്ങളിലൂടെ പ്രവർത്തകർ ഇപ്പോൾ അദ്ദേഹത്തെ ആവോളം സ്നേഹിച്ചവർ ഇപ്പോൾ വിട നൽകുന്നത്. സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത് നഗരത്തിലേക്ക് എത്തി. ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. പക്ഷെ അപ്പോഴും ആ വഴിയിൽ എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരെ അവഗണിച്ച് ആ വാഹനത്തിന് മുന്നോട്ട് പോകാൻ ആവില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. വി എസ് നടന്ന വഴികളാണിത്. ആ വഴികളിലേക്ക് വി എസ് മടങ്ങിയെത്തുമ്പോൾ അഭിവാദ്യം, എന്നും ഇത്തരം മുദ്രാവാക്യങ്ങളെ ചെറുചിരിയോടെ പ്രത്യഭിവാദ്യം ചെയ്ത് ആ കൈ പ്രത്യേക തരത്തിൽ ഉയർത്തി നടന്നു പോകുന്ന വി എസിനെ, മുണ്ടിൻ്റെ തല പിടിച്ച് നടന്നു പോകുന്ന വി എസിനെയാണ് കണ്ണടച്ചാൽ മനസ്സിൽ ഓർമ്മ വരുന്നത്. അവിടേക്ക് വി എസ് മടങ്ങിയെത്തുന്നു. ഷിജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വൈകാരിക വായ്പകളോടെ ആലപ്പുഴ വിട ചൊല്ലുകയാണ്
വി എസിന്. വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇനിയുള്ള ദൂരം വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസ് മടങ്ങിയെത്തുകയാണ്. തന്റെ ജന്മഗൃഹത്തിലേക്ക് വി എസ് മടങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലൂടെ, ഈ നഗരഹൃദയത്തിലൂടെ ആലപ്പുഴക്കാർ വി എസിന് വിട ചൊല്ലുകയാണ്. അങ്ങേയറ്റത്തെ വൈകാരിക വായ്പകളോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വി എസ് ഇല്ലാതാവുന്നില്ല, വി എസ് നഷ്ടപ്പെടുന്നില്ല, ഇനി വി എസ് മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇവിടെ വി എസിന് ആദരം നൽകിക്കൊണ്ട് വി എസിന് യാത്രയെ ഒരുക്കുന്നത് ആലപ്പുഴക്കാർ. അങ്ങനെ ഇനിയുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്. വേലിക്കകത്ത് വീട്ടിൽ, അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിൽ ഇനി അവശേഷിക്കുന്ന സമയം നേരത്തെ നിശ്ചയിച്ച് 2 മണിക്കൂർ പൊതുദർശനമാണ്. ഒരുപക്ഷെ പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിന്റെ സമയം കുറച്ചേക്കാം. അതിനുശേഷം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശന പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാവും പിന്നീട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനം നടക്കുക. വൈകിട്ട് 4 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ സമയക്രമത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് വൈകും. ഒരു കാര്യം ഉറപ്പാണ്, രാത്രി ഏറെ വൈകിയാവും ആലപ്പുഴയുടെ മണ്ണിലേക്ക്, പുന്നപ്ര സമരധീരന്മാരുടെ മണ്ണിലേക്ക് വി എസ് അലിഞ്ഞു ചേരുക. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് നോക്കുക. ആലപ്പുഴയിലേക്ക്, നഗരത്തിലേക്ക് എത്തിയപ്പോൾ പുരുഷാരങ്ങൾ ഇങ്ങനെ ഈ യാത്രയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. കണ്ടെത്താ ദൂരത്തോളം ആൾക്കൂട്ടം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും. ശക്തമായ മഴയുണ്ടായിരുന്നു അല്പസമയം മുമ്പ്, പക്ഷേ ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. അങ്ങനെ വി എസിന്റെ മടക്കയാത്ര, സ്വന്തം നാട്ടിലേക്ക് വി എസ് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന യാത്രയപ്പ് ഈ നാട്ടുകാർ നൽകുന്നു. സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ നിന്നുമായി എത്തിയിരിക്കുന്ന CPIM-ന്റെ പ്രവർത്തകരുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും അടക്കമുള്ളവരെ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. അവരൊക്കെ വി എസ് എന്ന ഒറ്റ വികാരത്തിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഏതെങ്കിലും ഈ CPIM-ന്റെ പ്രവർത്തകരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പല നേതാക്കളുമുണ്ട്, പലരുമുണ്ട്, പക്ഷേ അതിനുമപ്പുറം വി എസ് അതൊരു വികാരമാണ്.